19ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വഴി ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ടാൻ എക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസിക്കൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സ് മാറ്റിയിട്ട് അവിടെ എക്സ് പ്ലസ് എച്ച് എന്ന് എടുത്താൽ മതി. അതായത് ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടാനിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതുന്നു. അതായത് ടാൻ എക്സ് പ്ലസ് എച്ചിനെ നമ്മൾ സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതുന്നു. മൈനസ് ടാൻ എക്സിനെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. അതായത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ആ എച്ച് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. കാരണം ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/h ആണ്. അപ്പോൾ ആ എച്ച് കൂടി നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടുത്തെ ഈ ന്യൂമറേറ്റർ അതായത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി എന്നുള്ള രൂപത്തിലാണ്. അതായത് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ചും ബി എന്ന് പറയുന്നത് എക്സുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അതായത് സൈൻ എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ചും ബി എന്ന് പറയുന്നത് എക്സുമാണ്. അപ്പം അങ്ങനെയെങ്കിൽ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എന്ന് നമുക്ക് ന്യൂമറേറ്ററിനെ എഴുതാം. ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരുന്നു. ന്യൂമറേറ്ററിൽ എക്സും മൈനസ് എക്സും നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരുന്നു. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമുക്കിതിനെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചെഴുതാം. അതായത് സൈൻ എച്ച് ബൈ എച്ച് നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അതുപോലെ തന്നെ ബാക്കി 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഒരുമിച്ച് എഴുതുന്നു. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. ലിമിറ്റിനെ കൂടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി ഓഫ് എക്സ് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. അതൊരു ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വാല്യൂ 1 ആണ് നമുക്കറിയാം. അതുകൊണ്ട് 1 ഇൻറ്റു അടുത്ത ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ചിൻ്റെ സ്ഥാനത്ത് നേരെ 0 എന്ന് കൊടുത്താൽ മതി. അതായത് 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു കോസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുക. അതായത് 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് 0 അതായത് കോസ് എക്സ് എന്ന് വരുന്നു. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അതായത് 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടുന്നു. നമുക്കറിയാം 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. നമ്മുടെ ആൻസർ സീക്ക് സ്ക്വയർ എക്സ് എന്ന് അങ്ങനെ കിട്ടുന്നു.
ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സ്. എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല കോഷ്യന്റ് റൂൾ ആണ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് equal to g of x into d by dx of f of x minus f of x into d by dx of g of x whole divided by g of x the whole square. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് കോസ് എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും സ്ഥാനത്ത് ഫംഗ്ഷൻസ് മാറ്റി എഴുതുന്നു. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ്. ഇവിടെ എക്സ് പ്ലസ് കോസ് എക്സ് രണ്ട് ടേം ആയതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൽ ഇടുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ tan x the whole square equal to tan x into d by dx of x plus cos x. d by dx of x, x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ് നമുക്കറിയാം. പ്ലസ് d by dx of cos x ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മൈനസ് സൈൻ എക്സ് ആണ്, അത് ബ്രാക്കറ്റിൽ ഇടണം. 1 പ്ലസ് മൈനസ് സൈൻ എക്സ് മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് നമ്മൾ ഫോർമുല ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് സീക്ക് സ്ക്വയർ എക്സ് ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ടാൻ സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എഴുതാം. ഈക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു 1 പ്ലസ് മൈനസ് സൈൻ എക്സ്, അതായത് നമുക്ക് 1 മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. 1 മൈനസ് സൈൻ എക്സ് മൈനസ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ്. ഇവിടെ ആൻസറിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.